Good afternoon, all of you. All of you mark your attendance. Mark your attendance. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലേ? പറഞ്ഞില്ലേ നമ്മള്? പഠിച്ചല്ലോ, വായിച്ചിട്ടുണ്ടായിരുന്നോ എല്ലാവരും? മക്കളെ കേൾക്കുന്നില്ലേ? അപ്പൊ നമുക്ക് ഇന്ന് അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അല്ലേ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലേ? ആസാദിനെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അല്ലേ? അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്ത്? വിദ്യാഭ്യാസ ദിനമായി നമ്മൾ ആചരിക്കുന്നത് അല്ലെ? നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യത്തിനായി പോരാടിയ അനേകായിരം ധീരദേശാഭിമാനികളെ കുറിച്ച് നമുക്കറിയാം. അതില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരാളെ പറ്റി ആരാ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഈ വർഷത്തിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? അബ്ദുൽ കലാം ആസാദ് അല്ലെ? ഓക്കെ, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നായിരുന്നു അല്ലെ? പിന്നെന്താ നമ്മൾ പറഞ്ഞേ? അബ്ദുൽ കലാം ആസാദിനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അതിന് കൂടുതലായിട്ട് പഠിക്കാം. എന്താ പറയുന്ന നോക്കാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 26 ആണ്. 26 പേജ് നമ്പർ. അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കണ്ടുവല്ലോ എല്ലാവരും? മുഹമ്മദ് കൈസ്, നിദ ഫാത്തിമ, എമി റോസ്, ടേൺ ഓൺ യുവർ വീഡിയോ. Miss, page number 26. Okay, take 26. Yes. Page number 26. ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. ടീച്ചർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതനുസരിച്ച് ഞങ്ങൾ ഇരുന്നു. ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമാണല്ലോ. പ്രശസ്തനായ ഒരു രാഷ്ട്ര നായകന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് അല്ലെ? കൂടിയാണ് ഇത്. എന്താ പറഞ്ഞത്? ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? പെട്ടെന്ന് നിശബ്ദരായി അല്ലെ? ഒരുപാട് ഒച്ചയനൊക്കെ ഉണ്ടാവും ക്ലാസ്സിൽ. അപ്പോ പെട്ടെന്ന് എന്ത് ചെയ്തു? ടീച്ചർ എത്തുമ്പോ നിശബ്ദരായി, മിണ്ടാതെ എല്ലാവരും ഇരുന്നു. പിന്നെന്താ പറഞ്ഞേ? ടീച്ചർ കൈകൊണ്ട് ആംഗ്യം കാണിച്ച്, കൈകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു അല്ലെ? അപ്പൊ ആംഗ്യം കാണിച്ചതിനനുസരിച്ച് ഞങ്ങൾ ഇരുന്നു. ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമാണല്ലോ. പ്രശസ്തനായ ഒരു രാഷ്ട്ര നായകന്റെ ജന്മദിനം കൂടിയാണ് ഇത്. ആരുടേതാണെന്ന് പറയാമോ ചോദിച്ചു അല്ലേ? അപ്പോ ഞങ്ങൾ പരസ്പരം നോക്കി. ടീച്ചർ നൽകിയ സൂചനകൾ കേട്ടപ്പോൾ രാവിലെ പത്രത്തിൽ കണ്ട ആ പേര് എന്റെ മനസ്സിൽ തെളിഞ്ഞു അല്ലേ? ഒരു കുട്ടിക്ക് എന്തായി? അരുൺ എന്ന് പറഞ്ഞ കുട്ടി എഴുതിയാന്ന് നമ്മൾ പറഞ്ഞു ഇതല്ലേ? 4ാം തരത്തിൽ പഠിക്കുന്ന അരുൺ എന്ന കുട്ടിയാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലെ? അപ്പൊ അവന് എന്താണ്? ടീച്ചർ കുറച്ച് ക്ലൂ ഒക്കെ പറഞ്ഞ സമയത്ത് എന്തായി? ഓർമ്മ വന്നു. രാവിലെ പത്രത്തിൽ ഇങ്ങനെ ഒരാളുടെ ജന്മദിനമാണെന്ന് പറഞ്ഞത് ഓർമ്മ വന്നു. ഞാൻ ആ പേര് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അതെ, മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. ടീച്ചർ എന്നെ അടുത്ത് വിളിച്ച് അഭിനന്ദിച്ചു. എന്തിനാ? ഉത്തരം പറഞ്ഞതിനല്ലേ? ഇന്നാളുടെ ജന്മദിനമാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് കൊണ്ട് ടീച്ചർ എന്ത് ചെയ്തു? അടുത്ത് വിളിച്ച് അഭിനന്ദിച്ചു. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. ടീച്ചർ തുടർന്നു, ഇന്ന് തന്നെ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ഡയറിയിൽ കുറിച്ചിടണം. മികച്ച ഡയറി കുറിപ്പ് നാളെ ക്ലാസ്സിൽ വായിക്കാം അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യണം? മൗലാന അബ്ദുൽ കലാം ആസാദിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഡയറി കുറിപ്പിൽ എഴുതി വെക്കണം. എന്നിട്ട് നാളെ നമുക്കത് ക്ലാസ്സിൽ വായിക്കാം എന്ന് പറഞ്ഞു അല്ലെ? അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. എന്താണ്? ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. ടീച്ചർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതനുസരിച്ച് ഞങ്ങൾ ഇരുന്നു. ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമാണല്ലോ. പ്രശസ്തനായ ഒരു രാഷ്ട്ര നായകന്റെ ജന്മദിനം കൂടിയാണിത്. ആരുടേതെന്ന് പറയാമോ? ഞങ്ങൾ പരസ്പരം നോക്കി. ടീച്ചർ നൽകിയ സൂചനകൾ കേട്ടപ്പോൾ രാവിലെ പത്രത്തിൽ കണ്ട ആ പേര് എന്റെ മനസ്സിൽ തെളിഞ്ഞു. അബ്ദുൽ കലാം ആസാദ്. ഞാൻ ആ പേര് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ നോക്കി.
എന്നിട്ട് പറഞ്ഞു, അതെ, മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. ടീച്ചർ എന്നെ അടുത്ത് വിളിച്ച് അഭിനന്ദിച്ചു. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. ടീച്ചർ തുടർന്നു, ഇന്ന് തന്നെ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ഡയറിയിൽ കുറിച്ചിടണം. മികച്ച ഡയറി കുറിപ്പ് നാളെ ക്ലാസ്സിൽ വായിക്കാം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാലോ. പതിവ് പോലെ ഇന്നും കൃത്യസമയത്ത് ക്ലാസ്സിലെത്തി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു. ടീച്ചർ എന്നെ അഭിനന്ദിച്ചു. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. നാളെ എന്റെ ഡയറി ക്ലാസ്സിൽ വായിക്കണം എന്ന ആഗ്രഹത്തോടെ വീട്ടിലെത്തി. അപ്പൊ എന്തുണ്ടാവും അല്ലെ, കുട്ടികൾക്ക് ടീച്ചർ ഒന്ന് അഭിനന്ദിക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് അത് തന്നെയായിരുന്നു ഓർമ്മ, ഞാനാണ് ഉത്തരം പറഞ്ഞത്, അപ്പൊ എന്നെ അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെയും എന്ത് ചെയ്യണം, അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഡയറിയിൽ എഴുതിയിട്ട് നാളെ എനിക്ക് ക്ലാസ്സിൽ വായിക്കണമെന്ന തോന്നല് ആർക്ക്, അരുണിനുണ്ടായി അല്ലെ. അങ്ങനെ പതിവ് പോലെ അവൻ എന്ത് ചെയ്തു, കൃത്യസമയത്ത് ക്ലാസ്സിലെത്തി. പതിവ് പോലെ പറഞ്ഞ എന്താ അർത്ഥം? പതിവ് പോലെ പറഞ്ഞ എന്താ? എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം അല്ലേ, എല്ലാ ദിവസത്തെയും പോലെ. പേജ് നമ്പർ 27. എവിടെയാ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു 26 ആണെന്ന് പറഞ്ഞു. അബ്ദുൽ കലാം ആസാദിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ പേജ് നമ്പർ 26, ഇപ്പൊ 27 ആണ് മിസ് പറയുന്നത്. പതിവ് പോലെ എല്ലാ ദിവസവും പോലെ ഇന്നും കൃത്യസമയത്ത് അരുൺ ക്ലാസ്സിലെത്തി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു അല്ലെ. ഇന്നത്തെ കാര്യം എന്ത് പറയുന്നു, എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് അല്ലേ. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. നാളെ എന്റെ ഡയറി ക്ലാസ്സിൽ വായിക്കണം എന്ന ആഗ്രഹത്തോടെ വീട്ടിലെത്തി. വീട്ടിലെ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ചില്ലലമാരയിൽ തിരഞ്ഞു. എന്റെ പുസ്തക ശേഖരണത്തിൽ നിന്ന് ലഭിച്ചതും അച്ഛൻ പറഞ്ഞു തന്നതുമായ അറിവുകള് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ കുറിക്കുന്നു. അപ്പൊ അതാണ് താഴെ പറയുന്നത് അല്ലെ, എന്ത്, അബ്ദുൽ കലാം ആസാദിനെ പറ്റി അരുൺ കുറിച്ചു വെച്ച കാര്യങ്ങൾ ഡയറിയില്. അപ്പോ എന്തൊക്കെ, ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങളും കുറച്ച് പിന്നെന്താ, ചില്ലലമാരി സൂക്ഷിച്ച എന്റെ പുസ്തക ശേഖരത്തിൽ നിന്ന് എന്ത്, അതിൽ നിന്നെടുത്ത കുറച്ച് കാര്യങ്ങളും പിന്നെ ബാക്കി അച്ഛനോടും കൂടെ ചോദിച്ച് മനസ്സിലാക്കി അല്ലേ. അങ്ങനെ ആ അറിവുകളൊക്കെ ഞാനിവിടെ കുറിക്കുന്നു. അപ്പൊ അതാണ് ഇനി താഴെ പറയുന്നത്. എന്തൊക്കെയാണ് അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. 1888 നവംബർ 11 പുണ്യനഗരമായ മക്കയിലാണ് അബ്ദുൽ കലാം ആസാദിന്റെ ജനനം. ഓക്കെ, കേൾക്കുന്നില്ല എല്ലാവർക്കും? ഓക്കെ, കുട്ടികൾ ഒരു അമ്പരം നോക്കും പോലെ. അപ്പൊ എപ്പോഴാണ് 1888 അല്ലെ, 1888 നവംബർ 11 പുണ്യനഗരമായ മക്കയിലാണ് അബ്ദുൽ കലാം ആസാദിന്റെ ജനനം. എവിടെയായിരുന്നു? പുണ്യനഗരമായ മക്കയിലാണ് 1888 നവംബർ 11 ആര്, ആസാദ് ജനിക്കുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണേ. ആസാദിന്റെ ജനനം എന്ന് എവിടെയായിരുന്നു? അതിന്റെ ഉത്തരാണത്. പിതാവ് ബംഗാളിയാണെങ്കിലും മാതാവ് അറബ് വംശജിയായിരുന്നു. പിതാവ് ബംഗാളിയായിരുന്നു, പക്ഷെ മാതാവോ അറബ് വംശജ. എന്താണ് ടോഷിൻ? ടോഷിൻ ടൈറ്റസ് റിലുവാണോ? എന്താണ് കേൾക്കുന്നുണ്ടായിട്ടില്ല മിസ് പറയുന്നത്. മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നെറ്റിന്റെ പ്രോബ്ലം ഇല്ലവർക്കാണ് കേൾക്കാതിരിക്കുന്നത് കേട്ടോ.
എന്താണ് റിലുവിന് നെറ്റ് പ്രോബ്ലം ഉണ്ടോ? അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ? അദ്ദേഹത്തിന്റെ ഫുൾ നെയിമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നത്. പിന്നെ എന്താണ് വേറെ പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിനായി ജീവൻ പൊരുതിയ അനേകായിരം ധീര ദേശാഭിമാനികളെ കുറിച്ച് നമുക്കറിയാം. അതിൽ പ്രമുഖരാണ് നമ്മൾ കുറച്ചു പേരെ പഠിക്കുന്നത് ഓരോ ക്ലാസ്സിലായിട്ട്. അതിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമ്മുടെ മധുമൊഴി മലയാളത്തിലെ ഗാന്ധിജിയെ കുറിച്ചാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് നേതാജി ചാച്ചാ നെഹ്റുവിനെ പറ്റി, അതായത് ആരാ? ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് 2ാം ക്ലാസ്സിലുള്ളത്. ഇപ്പൊ 3ഉം 4ഉം നിങ്ങൾ ഈ ഒരു മലയാളം പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 3ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? ഇപ്പൊ 4ാമത്തെ ഏതാ? 4th സ്റ്റാൻഡേർഡില് അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞ നമ്മള് വേറെ? അപ്പൊ ആ പാഠത്തിലെ ആദ്യത്തെ 2 പാരഗ്രാഫിലേക്ക് എത്തിയതേ ഉള്ളൂ. 2 കഴിഞ്ഞു, 3ാമത്തെ പാരഗ്രാഫ്. നമ്മൾ ആദ്യമായിട്ട് എന്താ പറഞ്ഞത്? 1888 നവംബർ 11 പുണ്യനഗരമായ മക്കയിലാണ് ആര് ജനിച്ചത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, ആസാദ് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. ഓക്കെ, പിന്നെന്താ നമ്മള് പറഞ്ഞേ? പിതാവ് ബംഗാളിയാണെങ്കിലും മാതാവ് അറബ് വംശജയായിരുന്നു. അബ്ദുൽ കലാം മുഹൈദ്ദീൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. ആസാദ് എന്നത് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. എന്താ പറഞ്ഞേ? അബ്ദുൽ കലാം മുഹൈദ്ദീൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. അണ്ടർലൈൻ ചെയ്തോട്ടോ. അതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിട്ടുണ്ടാവുക. പിന്നെന്താ പറഞ്ഞേ? ആസാദ് എന്നത് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. ആ ഒരു പാരഗ്രാഫിൽ അത്രയും കാര്യങ്ങളാ പറയുന്നത്. എന്തൊക്കെയാ? അദ്ദേഹം എന്ന് എവിടെ ജനിച്ചു? 1888 നവംബർ 11 പുണ്യനഗരമായ മക്കയിൽ അല്ലേ? പിന്നെന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്ത്? അബുൽ കലാം മുഹൈദ്ദീൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. ആസാദ് എന്നത് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്ന നോക്കാം. 1920 ഗാന്ധിജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം സജീവമായി. 1940 മുതൽ 1946 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നത് ആസാദ് ആയിരുന്നു അല്ലേ? 1940 മുതൽ 46 വരെ, അതായത് 6 വർഷം അല്ലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് ആരായിരുന്നു? ആസാദ് ആയിരുന്നു. പിന്നെ 48 രൂപീകരിച്ച ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഏതൊക്കെയാ? 48 രൂപീകരിച്ച ആദ്യ മന്ത്രിസഭയിൽ എന്തൊക്കെയായിരുന്നു അദ്ദേഹം എടുത്തത്? വിദ്യാഭ്യാസം, ഇതൊക്കെയാ കൈകാര്യം ചെയ്തേ പറഞ്ഞേ? ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പൂർണ്ണ ബോധവാനായിരുന്നു. അതിനായി അദ്ദേഹം പ്രയത്നിച്ചു. ഇന്ത്യയുടെ സമ്പത്ത് ബാങ്കുകളിലല്ല സ്കൂളുകളിലാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അല്ലെ? ഇന്ത്യയുടെ സമ്പത്ത് എവിടെ വേണമെന്നാണ്? ബാങ്കുകളിലല്ല, സ്കൂളുകളിലാണ് ചെലവഴിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ? അപ്പോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അദ്ദേഹം എന്ന് ജനിച്ചു? 1888 നവംബർ 11 പുണ്യനഗരമായ മക്കയിൽ ജനിച്ചു. പിന്നെയോ അവരുടെ ഫുൾ നെയിം അബ്ദുൽ കലാം മുഹൈദ്ദീൻ അഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് ആസാദ് എന്നത്. 40 മുതൽ 46 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ 48 രൂപീകരിച്ച ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പൂർണ്ണ ബോധവാനായിരുന്നു. അതിനായി അദ്ദേഹം പ്രയത്നിച്ചു. ഇന്ത്യയുടെ സമ്പത്ത് ബാങ്കുകളിലല്ല സ്കൂളുകളിലാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അല്ലേ? പിന്നെന്താ പറഞ്ഞ അടുത്തതില്? മരണം വരെ വിദ്യാഭ്യാസ മന്ത്രിപദം അലങ്കരിച്ചിരുന്നു ആസാദ്.
അദ്ദേഹം നടത്തിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കുള്ള ആദര സൂചകമായിട്ടാണ് ഭാരതം അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അല്ലെ, നേരത്തെ മിസ് തുടക്കത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നേ? 1956 ഫെബ്രുവരി 22 അബുൽ കലാം ആസാദ് അന്തരിച്ചു. 1992 മരണാന്തര ബഹുമതിയായി ഭാരതരത്ന അവാർഡ് ലഭിക്കുകയുണ്ടായി. അല്ലെ, അപ്പോഴാണ് അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് ലഭിച്ചത്. അപ്പൊ എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്? 1956 ഫെബ്രുവരി 22 അല്ലെ, 1956 ഫെബ്രുവരി 22 അദ്ദേഹം മരിച്ചത്. അല്ലെ, അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് കിട്ടി? 92 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ ഈ ദിവസം അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ പ്രേരണ നൽകിയ ടീച്ചറോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ദേശീയ വിദ്യാഭ്യാസ ദിന ആശംസകൾ. അതാണ് അരുൺ പറഞ്ഞു നിർത്തുന്നത്. എന്ത്? ഇന്നത്തെ ഈ ദിവസം അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ പ്രേരണ നൽകിയ ടീച്ചറോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ദേശീയ വിദ്യാഭ്യാസ ദിന ആശംസകൾ. അരുൺ നാലാന്തരം. അരുൺ നാലാന്തരത്തിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അരുൺ എഴുതിയാണ് ഇത്. അല്ലേ, അരുണാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നിശബ്ദം അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നിശബ്ദത്തിന്റെ? നിശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ശബ്ദമില്ലാതെ ഇരിക്കുന്നതിനല്ലേ നിശബ്ദം എന്ന് പറയുക. മിണ്ടാതെ ഇരിക്കുന്നതിന് നിശബ്ദം, ശബ്ദമില്ലാതെ എന്നാണ് അർത്ഥം. അല്ലേ? നെക്സ്റ്റ് എന്താ? നമ്മുടെ ഇവിടെ കുറെ അർത്ഥം മീനിങ് പറയുന്നുണ്ട്. എന്തൊക്കെയാ? പ്രശസ്തി. എന്താ പ്രശസ്തി അർത്ഥം മക്കളെ? പ്രശസ്തി നേടി, കീർത്തി നേടുന്നതിനാ പറയാ പ്രശസ്തി, കീർത്തി. ഓക്കെ, പ്രയത്നിക്കുക. ശ്രമിക്കുക അല്ലെ, ശ്രമിക്കുന്നതിനാ പറയുക. നിങ്ങളുടെ അമ്മ പറയുന്നില്ലേ നല്ല കഠിന പ്രയത്നം ചെയ്യണം, പഠിക്കണം, അതുപോലെ പ്രയത്നിക്കണം എന്നാലേ മാർക്ക് കിട്ടൂന്ന്. അപ്പൊ ശ്രമിക്കണം നല്ലതുപോലെ അർത്ഥം. പ്രയത്നിക്കുക. ബഹുമതി, അംഗീകാരം. അല്ലെ, ബഹുമതി, അംഗീകാരം. ബഹുമതി നേടി, അംഗീകാരം നേടി എന്നാണ് അർത്ഥം. തൂലികാനാമം എന്താണ്? എഴുത്തുകാര് രചനകളിലെ സ്വന്തം പേരിന് പകരം വയ്ക്കുന്ന പേര്. അല്ലെ, എന്തെങ്കിലും ചെറിയൊരു പേര് വെക്കും, അതാണ് തൂലികാനാമം. രൂപീകരിക്കുക. രൂപീകരിക്കുക എന്താണ് അർത്ഥം? ഉണ്ടാക്കുക. രൂപീകരിക്കുക, രൂപീകരിക്കുക, ഉണ്ടാക്കുക. ആചരിക്കുക, അനുഷ്ഠിക്കുക. ആചാരാനുഷ്ഠാനം അല്ലെ, ആചരിക്കുക, അനുഷ്ഠിക്കുക. പ്രേരണ. പ്രേരണ ഉത്സാഹിപ്പിക്കൽ, പ്രേരണ. അടുത്തത് സജീവം, ജീവനുള്ളത്. അല്ലെ, സജീവം ജീവനുള്ളത്. നിർജീവം ജീവനില്ലാത്തത്, നിർജീവൻ. അപ്പൊ സജീവത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നിർജീവം. സജീവം ജീവനുള്ളത് എന്നാണ് അർത്ഥം. പ്രാഥമികം. പ്രാഥമികം ഓക്കെ, പ്രാഥമികം. വംശജ, വംശത്തിൽ പിറന്നവർ. അല്ലെ, വംശത്തിൽ ജനിച്ചവർ അല്ലെങ്കിൽ വംശത്തിൽ പിറന്നവർ, വംശജ. അത്രയാണ് അതില് പുതിയ പദങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ളത്. അല്ലെ, വേർഡ് മീനിങ് അത്രയാണ് ഉള്ളത്. ഓക്കെ, ഒന്നുകൂടെ ഇത് വായിക്കാൻ ആരാ വായിക്കുന്നേ? സെൽന. വായിച്ചോളെ, ശ്രദ്ധിച്ചിരിക്കണേ, ഇടയ്ക്ക് ഞാൻ പറയും നിങ്ങളോട്. മിസ്സിന്റെ മൈക്ക് മൗത്തിന്റെ അടുത്ത് വെക്കുവോ? ഓ, മിസ്സിന്റെ മൈക്ക് മൗത്തിന്റെ അടുത്ത് തന്നെ വെക്കും, അല്ല കേൾക്കൂല മിസ് പറയുന്നത്. മിസ് പറയുന്ന കേട്ടില്ലേ? ഇടയ്ക്ക് കേൾക്കൂല. മിസ്സിന്റെ മൈക്ക് മൗത്തിന്റെ അടുത്ത് ഇല്ലാത്തപ്പോ. ഇതല്ലേ മൈക്ക് ഞാൻ ഇവിടെ പിടിച്ചിട്ടായില്ലത് ഈ കൈയോണ്ട്. ഓക്കെ, വായിച്ചോ. അബ്ദുൽ കലാം ആസാദ്
ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. ടീച്ചർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതനുസരിച്ച് ഞങ്ങൾ ഇരുന്നു. ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമാണല്ലോ. പ്രശസ്തനായ ഒരു രാഷ്ട്രനായകന്റെ ജന്മദിനം കൂടിയാണിത്. ആരുടെയാണെന്ന് പറയാമോ? ഞങ്ങൾ പരസ്പരം നോക്കി. ടീച്ചർ നൽകിയ സൂചനകൾ കേട്ടപ്പോൾ രാവിലെ പത്രത്തിൽ കണ്ട ആ പേര് എന്റെ മനസ്സിൽ തെളിഞ്ഞു. അബ്ദുൽ കലാം ആസാദ്. ഞാൻ ആ പേര് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണിന്ന്. ടീച്ചർ എന്നെ അടുത്ത് വിളിച്ച് അഭിനന്ദിച്ചു. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. ടീച്ചർ തുടർന്നു, ഇന്നു തന്നെ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ഡയറിയിൽ കുറിച്ച് വേണം. മികച്ച ഡയറി കുറിപ്പ് നാളെ ക്ലാസ്സിൽ വായിക്കാം. പതിവ് പോലെ ഇന്നും കൃത്യസമയത്ത് ക്ലാസ്സിലെത്തി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറയാൻ കഴിഞ്ഞു. ടീച്ചർ എന്നെ അഭിനന്ദിച്ചു. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. നാളെ എന്റെ ഡയറി ക്ലാസ്സിൽ വായിക്കണം എന്ന ആഗ്രഹത്തോടെ വീട്ടിലെത്തി. വീട്ടിൽ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ചില്ലലമാരിയിൽ തിരിഞ്ഞു. എന്റെ പുസ്തക ശേഖരണത്തിൽ നിന്നും ലഭിച്ചതും അച്ഛൻ പറഞ്ഞു തന്നതുമായ അറിവുകൾ ഞാൻ ഇവിടെ കുറിക്കുന്നു. 1888 നവംബർ 11 പുണ്യ നഗരമായ മക്കയിലാണ് അബ്ദുൽ കലാം ആസാദിന്റെ ജനനം. പിതാവ് ബംഗാളിയാണെങ്കിലും മാതാവ് അറബ് വംശജയായിരുന്നു. അബ്ദുൽ കലാം മുഹീദ്ദീൻ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. ആസാദ് എന്നത് അദ്ദേഹത്തിന്റെ തുല്യനാമമാണ്. ഗാന്ധിജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം സജീവമായി. 1940 മുതൽ 1946 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ശസ്ത്രനാണെന്ന് അലങ്കരിച്ചിരുന്നു. ആസാദ് ആയിരുന്നു 1948 രൂപീകരിച്ച ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്രഗവേഷണം എന്നീ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പൂർണ്ണ ബോധവാനായിരുന്നു. അതിനായി അദ്ദേഹം പ്രയത്നിച്ചു. ഇന്ത്യയുടെ സമ്പത്ത് ബാങ്കുകളിലല്ല, സ്കൂളുകളിലാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മരണം വരെ വിദ്യാഭ്യാസ മന്ത്രി പദം അലങ്കരിച്ചിരുന്നു ആസാദ്. അദ്ദേഹം നടത്തിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കുള്ള ആദരസൂചകമായിട്ടാണ് ഭാരതം അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. 1956 ഫെബ്രുവരി 22 അബ്ദുൽ കലാം ആസാദ് അന്തരിച്ചു. 1992 മരണാനന്തരം ബഹുമതിയായി ഭാരത രത്ന അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ ഈ ദിവസം അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ പ്രേരണ നൽകിയ ടീച്ചറോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും എന്റെ ദേശീയ വിദ്യാഭ്യാസ ദിനാശംസകൾ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സാമുൽ ഒന്ന് വായിച്ചേ. സാമുല്, പ്ലീസ് അൺമ്യൂട്ട് സാമുൽ. സാമുൽ ഷാൽവിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. വായിച്ചോ? എവിടെ എത്തി? ഓക്കെ, എവിടെയായിരുന്നു ശ്രദ്ധിച്ചേ? ആ ഒരു പാഠം ഫുള്ള് വായിച്ചു സെൽന. ഇവിടെ ശ്രദ്ധിച്ചോ? വേഗം വായിച്ചേ, സ്റ്റാർട്ടിങ് മോല്. ടീച്ചർ ക്ലാസ്സിൽ എത്തിയപ്പോൾ എല്ലാവരും
നിശബ്ദരായി. ടീച്ചർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതനുസരിച്ച് ആംഗ്യം ഇങ്ങനെ ഇരിക്കുന്നെല്ലാം പറയില്ലേ നമ്മൾ, അതാ പറഞ്ഞേ. അനുസരിച്ച് ഞങ്ങൾ ഇരുന്നു. ഇന്ന് ദേശീയ ദേശീയ വിദ്യാഭ്യാസ ദിനമാണല്ലോ. പ്രശസ്തനായ ഒരു രാഷ്ട്ര നായകന്റെ ജന്മദിനം കൂടിയാണ് ഇത്. ആരുടേതാണെന്ന് പറയാമോ? ഞങ്ങൾ പരസ്പരം നോക്കി ടീച്ചർ നൽകിയ സൂചനകൾ കേട്ടപ്പോൾ രാവിലെ പത്രത്തിൽ കണ്ട ആ പേര് എന്റെ മനസ്സിൽ തെളിഞ്ഞു. അബുൽ കലാം ആസാദ്. ഞാൻ ആ പേര് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? അതെ മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ആണിന്ന്. ടീച്ചർ എന്നെ അടുത്ത് വിളിച്ച് അഭിനന്ദിച്ചു. എനിക്ക് സന്തോഷമായി. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. ടീച്ചർ തുടർന്നു. എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഡയറിയിൽ കുറിച്ചിടണം. നാളെ ക്ലാസ്സിൽ മികച്ച ഡയറി കുറിപ്പ് നാളെ ക്ലാസ്സിൽ വായിക്കാം. ഓക്കെ, മതി. സാമുവൽ നല്ലപോലെ വായിച്ചു പഠിക്കണേ സാമുവലെ. ഓക്കെ, നെക്സ്റ്റ് ഏഞ്ചൽ. പതിവ് പോലെ ഇന്നും കൃത്യസമയത്ത് ക്ലാസ്സിലെത്തി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു. ടീച്ചർ എന്നെ അഭിനന്ദിച്ചു. എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. നാളെ എന്റെ ഡയറി ക്ലാസ്സിൽ വായിക്കണം എന്ന ആഗ്രഹത്തോടെ വീട്ടിലെത്തി. വീട്ടിലെ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ചില്ലൽമാരയിൽ തിരഞ്ഞു. എന്റെ പുസ്തക ശേഖരത്തിൽ നിന്ന് ലഭിച്ചതും അച്ഛൻ പറഞ്ഞു തന്നതുമായ അറിവുകൾ ഞാൻ ഇവിടെ കുറിക്കുന്നു. 1888 നവംബർ 11 പുണ്യനഗരമായ മക്കയിലാണ് അബുൽ കലാം ആസാദിന്റെ ജനനം.
പിതാവ് ബംഗാളിയാണെങ്കിലും മാതാവ് അറബ് വംശജിയായിരുന്നു. അബുൽ കലാം മുഹയുദ്ദീൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. ആസാദ് എന്നത് അദ്ദേഹത്തിന്റെ തുല്യഗാനമാണ്. 1920 ഗാന്ധിജിയുമായി നടത്തിയ കൂടിക്കാഴ്ചയോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം സജീവമായി. 1940 മുതൽ 1946 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നത് ആസാദ് ആയിരുന്നു. 1948 രൂപീകരിച്ച ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പൂർണ്ണബോധവാനായിരുന്നു. അതിനായി അദ്ദേഹം പ്രാർത്ഥിച്ച ഇന്ത്യയുടെ സമ്പത്ത് ബാങ്കുകളിലല്ല സ്കൂളുകളിലാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മരണം വരെ വിദ്യാഭ്യാസ മന്ത്രി പദം അലങ്കരിച്ചിരുന്നു ആസാദ്. അദ്ദേഹം നടത്തിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കുള്ള ആദരസൂചകമായിട്ടാണ് ഭാരതം അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. 1956 ഫെബ്രുവരി 21 അബുൽ കലാം ആസാദ് അന്തരിച്ചു. 1992 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ ഈ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്രേരണ നൽകിയ ടീച്ചറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും എന്റെ ദേശീയ വിദ്യാഭ്യാസ ദിന ആശംസകൾ. ഓക്കെ, എല്ലാവരും നല്ലപോലെ വായിക്കണേ. കുറെ പേര് വായിക്കാനാവുന്നില്ല. റിലു, ടൈം ഈസ് ഓവർ. ഇനി 1 മിനിറ്റേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കും കേട്ടോ. നല്ലപോലെ വായിച്ചിട്ട് വരണേ. ഓക്കെ ഷസിൻ, നിത, കൈ പൊക്കുന്നവരെല്ലാം കണ്ടു മിസ്, പക്ഷേ പിന്നെ സമയം കഴിഞ്ഞു. ഓക്കെ, ബൈ, സി യു, ബൈ, താങ്ക് യു ഓൾ. ഓക്കെ.